ഇവിടെ സംസാരിക്കുന്നത് ഹംപിയിലെ മാല്യവാൻ പർവ്വതത്തെ പറ്റിയാണ്. ഹംപിയിലെ കമലാപുരത്തു നിന്നും ഉദ്ദേശം 2.5 കിലോമീറ്റർ ദൂരെയായുള്ള ഒരു മലയാണ് മാല്യവന്ത പർവ്വതം അഥവാ മാല്യവാൻ പർവ്വതം. ഈ മലയുടെ മുകളിലാണ് മാല്യവന്ത രഘുനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൂറ്റൻ പാറക്കല്ലുകൾ നിറഞ്ഞതും അനവധി സ്വാഭാവിക ഗുഹകൾ ഉള്ളതുമായ മാല്യവാൻ രാമായണവുമായി ബന്ധപ്പെട്ടതാണ്. സീതയെ അന്വേഷിച്ച് തെക്ക് ദിക്കിലേക്ക് സഞ്ചരിച്ച രാമലക്ഷ്മണന്മാർ ചില ദിവസങ്ങൾ ഈ സ്ഥലത്ത് താമസിച്ചതായും ഹനുമാനെ അവർ ഇവിടെ വച്ചാണ് കണ്ടുമുട്ടിയതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇവിടെയുള്ള രഘുനാഥസ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും ഇരവ് പകൽ വ്യത്യാസമില്ലാതെ രാമകഥാഗാനങ്ങൾ ആലപിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വിജയനഗര കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട കിഴക്ക് ദർശനമായ ഈ ക്ഷേത്രത്തിന് തെക്കും കിഴക്കുമായി 2 ഗോപുരങ്ങൾ ഉണ്ട്. ക്ഷേത്ര മതിൽക്കകത്ത് സ്വാമി സന്നിധിയും അമ്മൻ സന്നിധിയും തെക്ക് പടിഞ്ഞാറായി കല്യാണ മണ്ഡപവും മറ്റു മണ്ഡപങ്ങളും ഉണ്ട്. സ്വാമി സന്നിധിയും അമ്മൻ സന്നിധിയും കല്യാണ മണ്ഡപവും മനോഹരമായ ശില്പവേലകളോട് കൂടിയതാണ്. ഒരു വലിയ പാറയിൽ സീതാരാമ ലക്ഷ്മണ ഹനുമാൻ ശില്പങ്ങൾ കൊത്തിയൊരുക്കി അതോട് ചേർത്ത് ശ്രീകോവിലും അർദ്ധമണ്ഡപവും മഹാമണ്ഡപവും ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുള്ളതാണ് സ്വാമി സന്നിധി. ഈ ക്ഷേത്രത്തിലും സമീപത്തുമായി ചെറിയ 2 പ്രകൃതിദത്ത ജലസംഭരണികൾ ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായി ക്ഷേത്ര മതിലിലെ ചെറിയ കവാടത്തിലൂടെ പടിഞ്ഞാറോട്ടിറങ്ങിയാൽ ഒരു വലിയ വിശാലമായ പ്രദേശമാണ്. പാറ ചരിഞ്ഞ് കിടക്കുകയാണ്. ആ ചരിവിൻ്റെ ഏതാണ്ട് ഉയർന്ന ഭാഗത്തുള്ള ഭീമൻ പാറക്കല്ലിൽ അതിൻ്റെ താഴെയായുള്ള ഗുഹയിൽ നിത്യപൂജ നടക്കുന്ന ശ്രീപാദവും ശിവലിംഗ പ്രതിഷ്ഠയും ഉണ്ട്. അവിടെ നിന്നാൽ 360 ഡിഗ്രിയിൽ വിശാലമായ പ്രകൃതി ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. പലപ്പോഴും ഇവിടെ അതിശക്തമായ കാറ്റ് വീശുന്നുണ്ടാവും. മലയടിവാരത്തുള്ള റോഡിൽ നിന്നും ക്ഷേത്രസന്നിധി വരെ എത്തുന്ന ഒരു ചെറിയ റോഡുണ്ട്. ക്ഷേത്രസന്നിധിയിൽ 10 കാറുകൾ തികച്ച് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും ഇല്ല. ഇവിടെ ധാരാളം കുരങ്ങുകളും ഉണ്ട്. ദശരഥൻ്റെ മരണാനന്തര കർമ്മങ്ങളുടെ ഭാഗമായി രാമൻ സമർപ്പിച്ച പിണ്ഡം വലിയ കല്ലുകളായി മാറിയതാണ് ഇവിടെ കാണുന്നതെന്നാണ് ഐതിഹ്യം. ഈ പ്രദേശങ്ങളിൽ കാണുന്ന ഭീമൻ പാറക്കല്ലുകൾ കാലാന്തരങ്ങളിൽ ഈർച്ചവാളിന് മുറിച്ച പോലെ പിളരുകയും വിടർന്നു മാറാതെ കാലങ്ങളോളം ചേർന്നിരിക്കുന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ പിളർന്നുണ്ടായി ചേർന്നിരിക്കുന്ന കഷ്ണങ്ങളെ സഹോദരി പാറകൾ എന്നാണ് വിളിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. ഈ ഹംപിയുടെ കൂടുതൽ ദൃശ്യങ്ങൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.